കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള യുവ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് അനിൽ ആന്റണി. ബിജെപി പത്തനംതിട്ട പോലെ അവരുടെ എ ക്ലാസ് മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അനിൽ നമ്മോടൊപ്പം അതിഥിയായുണ്ട്. നമസ്കാരം. നമസ്കാരം. പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വരുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. അപ്പോൾ ബിജെപി അത്രത്തോളം പ്രാധാന്യം ആ മണ്ഡലത്തിൽ നൽകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പത്തനംതിട്ട ബിജെപിക്ക് പഴയതുപോലെ വോട്ട് ഷെയർ അല്ല, സീറ്റെണ്ണമാണ് കേരളത്തിൽ വേണ്ടത്. പത്തനംതിട്ടയിലൂടെ അത് സംഭവിക്കുമോ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ പത്തനംതിട്ട ബിജെപി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത് മാത്രമല്ല, നിരവധി മണ്ഡലങ്ങൾ കേരളത്തിൽ ഇപ്രാവശ്യം ബിജെപി നേതൃത്വം വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ത്രിപുര തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിജി അന്ന് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്: അടുത്തത് നമ്മൾ വിജയിക്കാൻ പോകുന്നത് കേരളവും തമിഴ്നാടുമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പാർലമെൻ്ററി ബോർഡ് മീറ്റിങ്ങിലും ശ്രീ മോദിജി അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ആ ഫുട് പ്രിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലായിടത്തും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോർത്ത് ഈസ്റ്റിലൊന്നും അത്രയ്ക്ക് വലിയൊരു ശക്തി അല്ലായിരുന്നു. അവിടെ ഒറ്റ ഗവൺമെൻറ് പോലും നമുക്കില്ലായിരുന്നു. 8 സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ 6 വർഷത്തിനിടയിൽ ഇന്ന് നമുക്ക് അവിടെ 7 സംസ്ഥാനം, 8-ൽ 7 സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സഖ്യകക്ഷികളുടെ കൂടെ ഭരിക്കുന്നു. 4 ഒറ്റയ്ക്ക് ഭരിക്കുന്നു, 3 സഖ്യകക്ഷികളുടെ കൂടെ ഭരിക്കുന്നു. അതുപോലെ വെസ്റ്റ് ബംഗാൾ 5-6 വർഷം മുമ്പ് വെറും 3 സീറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. 3 MLA സീറ്റ്. കഴിഞ്ഞ പ്രാവശ്യം അത് 19 ലോക്സഭാ സീറ്റുകളായി. ഇപ്രാവശ്യം പല സർവേകളും പറയുന്നത് നമ്മൾ 25-ന് മുകളിൽ പോകുന്നതാണ്. അതുപോലെ തെലങ്കാന, ഞാൻ ഇപ്രാവശ്യം പ്രവർത്തിച്ച ഒരു സ്ഥലം കൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 1 MLA ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇപ്രാവശ്യം അത് 8 MLA-മാരായി. ഇപ്പം എല്ലാ പ്രൊജക്ഷനും പറയുന്നത് 14-ൽ 5-ലധികം സീറ്റുകൾ നമുക്കിപ്പോൾ ലഭിക്കുമെന്നാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ബ്ലൂ പ്രിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതുവരെ ചരിത്രത്തിൽ കേരളത്തിൽ പല സാഹചര്യം കാരണം നമുക്കൊരു സീറ്റ് ഇവിടെ ലഭിച്ചിട്ടില്ല. 2-3 പ്രാവശ്യം വിജയത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ പല സാഹചര്യം കാരണം നമുക്ക് സീറ്റ് ലഭിച്ചില്ല. പക്ഷേ 3-4 മണ്ഡലങ്ങളിൽ നമുക്ക് നല്ല വോട്ട് ഷെയർ ഇവിടെയുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മളിവിടെ വോട്ട് ഷെയറിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യും, അതിലൊരു സംശയവുമില്ല. നിങ്ങളുടെ സർവേ ഞാൻ കണ്ടിരുന്നു. ഒരു കാര്യം വളരെ ഉറപ്പാണ്, അതായത് 3ാം ടേം ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന NDA തന്നെയായിരിക്കും. തീർച്ചയായും അത് ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും ബിജെപി അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്. കാരണം അധികാരത്തിൽ വരില്ല എന്നുള്ള സംസ്ഥാനങ്ങളിൽ പോലും അധികാരം പിടിച്ച ചരിത്രമുണ്ട് ബിജെപിക്ക്. താങ്കൾ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇതുവരെ സീറ്റ് ലഭിക്കാത്തതെന്ന് പറഞ്ഞു. ആ സാഹചര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റം ഉണ്ടായെന്നാണ് കരുതുന്നത്? വളരെ മാറ്റമുണ്ട്. കാരണം ഇന്ന് പരമ്പരാഗതമായി ചരിത്രപരമായി കേരളത്തിൽ 2 മുന്നണികൾ ആയിരുന്നു ഏറ്റവും ശക്തമായിട്ടുള്ളത്, LDF-ഉം UDF-ഉം. പക്ഷേ ഇന്ന് പല സാഹചര്യം കാരണം ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരൊന്നാണ്. ഇപ്പോൾ CPM ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. എല്ലാ ദേശീയ ഇഷ്യൂസിനും ഇവർക്ക് ഒരേ നയമാണ്. പക്ഷേ കേരളത്തിൽ മാത്രം ഇവർ BJP അകറ്റി നിർത്താൻ വേണ്ടി മാത്രമാണ് ഇവർ ഇന്ന് 2ആയി നിന്ന് ഒരു കപട ഗുസ്തി കളിക്കുന്നതെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മറ്റെല്ലാവരും 10 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം LDF-നൊക്കെ മാക്സിമം പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 4-5 സീറ്റ് കിട്ടുമായിരിക്കാം. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 40 സീറ്റ് കിട്ടുമായിരിക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് മിക്കവാറും ഒരു നമ്മുടെ സഖ്യകക്ഷികളോട് ഒരു 400 സീറ്റ് കിട്ടുമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ വോട്ടർമാർ അവർ ഒരു MP-യുടെ ചുമതല എന്താണ്? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇഷ്യൂസ്, സംസ്ഥാനത്തെ ഇഷ്യൂസ് വളരെ എഫക്റ്റീവായി പാർലമെന്റിൽ പോയി പ്രസന്റ് ചെയ്യുക. അതായത് ഇടത് വലത് മുന്നണികൾക്ക് മാറി മാറി അധികാരത്തിൽ വരുന്ന ഒരു സംസ്ഥാനം, ആ ഒരു മനസ്സുള്ള ഒരു സംസ്ഥാനം, അതിനപ്പുറത്തേക്ക് വളർന്നു വരണമെങ്കിൽ BJP ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അധ്വാനമില്ല എന്നുള്ളതല്ല, പക്ഷെ റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റിസൾട്ട് ഇത്തവണ സംഭവിക്കണമെങ്കിൽ ചില മാജിക്കുകളും ഉണ്ടാകേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. അധികം മാജിക്കൊന്നും കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 2019 ഇപ്പം ഈ പത്തനംതിട്ട, അതുപോലെ തൃശ്ശൂർ, അതുപോലെ ആറ്റിങ്ങൽ, ആലപ്പുഴ പല മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ ശരിക്കും ഡബിളൊക്കെയാണ് ആയിട്ടുള്ളത്. 2 ഇരട്ടിയായി. ശബരിമലയുടെ സ്വാധീനമെന്നായിരുന്നു അന്ന്. അത് പക്ഷേ പത്തനംതിട്ട മാത്രമല്ല, ഇപ്പം മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ഇതുപോലെ ഡബിളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കേരളത്തിലും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയ്ക്കെല്ലാം മനസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലും ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും ഗുഡ് വില്ലായിട്ടുള്ള നേതാവ് ആരാണ്, രാഷ്ട്രീയക്കാരനാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ നരേന്ദ്രമോദിയാണ്.
എന്തുകൊണ്ട് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഒട്ടാകെ വലിയൊരു തരംഗമായി ബി ജെ പി മാറുന്നു, ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വളരെ എഫിഷ്യന്റായി പ്രവർത്തിക്കുന്നു, സീറ്റെണ്ണം കൂടുന്നു, ഈ മോദിയുടെ സീറ്റെണ്ണത്തിൽ അവർ വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നു. കേരളത്തിൽ അത് ഇപ്പോഴും നമ്മൾ സർവേ ഫലങ്ങൾ, ഞങ്ങളുടെ സർവേ അടക്കം 2 സീറ്റ് പ്രവചിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനങ്ങൾക്ക് ബി ജെ പി സീറ്റ് പിടിക്കുമെന്നൊരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മാറും. ഇപ്രാവശ്യം 20 സീറ്റിൽ ഉറപ്പായിട്ടും പറയുന്നു ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നുള്ള കാര്യം, അത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. അതെങ്ങനെയായാലും നടക്കും. പക്ഷേ ഈ 12 സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും വിജയിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 370-ലധികം സീറ്റുകളിൽ കേരളത്തിൽ നിന്നും നിരവധി സീറ്റുകൾ കാണും. എം പി ഉണ്ടാവും. ഒരു ട്വീറ്റ്, BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റിലൂടെയാണ് താങ്കൾ നരേന്ദ്രമോദിയോടുള്ള താല്പര്യവും ബി ജെ പിയുള്ള താല്പര്യവും ആദ്യം പറയുന്നത്. പിന്നീട് അന്നും പക്ഷേ ബി ജെ പിയിലേക്ക് ചേരുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് ബി ജെ പിയിലേക്ക് വരികയായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത്, ബി ജെ പി തെരഞ്ഞെടുത്തത്? ഇതെല്ലാം പഴയ അധ്യായങ്ങളല്ലേ, ഒരു കൊല്ലമായി. ഞാൻ അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് പാർട്ടി ചെറുപ്പം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ആ പ്രസ്ഥാനം കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ ഒരുപാട് മാറിപ്പോയി. ഈ ശ്രീ രാഹുൽ ഗാന്ധി അതിനെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു കോട്ടറി, ഒരു ഉപജാക സംഘം മാത്രം നയിക്കുന്നൊരു പ്രസ്ഥാനമാണ്. പിതാവും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് ഇദ്ദേഹത്തിന്റെ സംഘത്തിന്റെ ഭാഗമൊന്നും അല്ലായിരുന്നു. അദ്ദേഹം ഇന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിച്ച് അദ്ദേഹം ഇന്ന് ഇതിന്റെ ഒന്നും ഭാഗമല്ല. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു സംഘമുണ്ട്. അവർ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, ഇക്കോണമിക് കോൺഷ്യസ്നസ്, ഇതിനെല്ലാം അവർ കട്ട് ഓഫാണ്. അവരിന്ന് അവരുടെ രാഷ്ട്രീയം എന്ന് വെറും 2ആണ്. ഒന്ന്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നു. അവർക്ക് ഭരണത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള ഐഡിയാസോ വിഷനോ ഒന്നും ഇവർക്കില്ല. ഇവർ ആകെപ്പാടെ ചെയ്യുന്ന 2 കാര്യം. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെ ഇവർ ചീത്ത പറയും. അത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അതിനെന്ത് വിപരീതമായി എന്താണോ അതിന് അവർ നിൽക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കുന്നത്, ഓരോ രാഷ്ട്രീയക്കാരനും നിലനിൽക്കുന്നത് ജനങ്ങളെ സേവിക്കാനും രാഷ്ട്രത്തെ സേവിക്കാനുമാണ്. പക്ഷേ ഇന്നത്തെ ഈ കോൺഗ്രസ് പാർട്ടി അവർക്ക് രാഷ്ട്രത്തിനും ജനങ്ങളെക്കാൾ എല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ഇന്ന് ഒരു കുടുംബത്തിൻ്റെ വെൽഫെയർ മാത്രമാണ്. ആ കുടുംബത്തിൻ്റെ വെൽഫെയറിന് പറ്റിയ ആരൊക്കെയാണോ അവർ മാത്രമേ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉപജാക സംഘത്തിലുള്ളൂ. തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചിട്ടും ഇതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്? അത് കാരണമാണല്ലോ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഓരോരുത്തർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവരുടെ നേതൃത്വം എത്ര തോറ്റാലും അവർ പഠിക്കാൻ തയ്യാറല്ല. അവർ ഇന്നും മറ്റൊരു ലോകത്താണ്. ഇന്നും ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇപ്പം മോദിജി പറയുന്നു 140 കോടി ഇന്ത്യക്കാർ. ഇപ്പം ജാതിയും മതവും ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ഇപ്പം ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ 4 ജാതികളേ ഉള്ളൂ: ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ യുവതി-യുവാക്കൾ, ഇവിടുത്തെ വനിതകൾ. താങ്കൾ എന്നോട് സൂചിപ്പിച്ചു എന്തിന് കോൺഗ്രസ് വിട്ടു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാരണമാണ് ഞാൻ കോൺഗ്രസ് വിട്ടത്. ഈ സജീവ രാഷ്ട്രീയക്കാരനായത്, രാഷ്ട്രീയത്തിൽ പൂർണ്ണസമയ പ്രവർത്തകനായത് ബി ജെ പിയിലെത്തിയ ശേഷമാണ്. ബി ജെ പിയിൽ താങ്കൾ ഉദ്ദേശിച്ചൊരു സ്പേസ് താങ്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? ഞാൻ ഈ പാർട്ടിയിൽ ഞാൻ പ്രവേശിച്ച അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഞാനിവിടെ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ ടിക്കറ്റുകൾക്കോ പദവികൾക്കോ ഒന്നുമല്ല ഞാൻ പ്രവേശിച്ചത്. ഞാൻ ശ്രീ നരേന്ദ്രമോദിജി എന്ന ഒരു ലോക നേതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഇന്ത്യ ചെറുപ്പക്കാരുടെ ഒരു നാടാണ്. ഏകദേശം 60% 40 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്തിനെ അടുത്തൊരു 25 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ഇപ്പോൾ അമേരിക്കയും ചൈനയും പോലെ ഒരു ശക്തിയാക്കി മാറ്റുക എന്ന അദ്ദേഹത്തിൻ്റെ വിഷനിൽ, അതിനും മുകളിലുള്ള ഒരു നമ്പർ 1 രാജ്യമായ ഒരു വിശ്വഗുരുവായി ഇന്ത്യയെ മാറ്റുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വന്നതാണ്. പക്ഷേ ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ചത് തന്നെ ഇപ്പോൾ ഏപ്രിൽ 6-ാം തീയതി 1 വർഷമാകത്തേ ഉള്ളൂ. പക്ഷേ ആ പാർട്ടിയുടെ സ്ഥാപന ദിവസത്തിൽ തന്നെ പ്രവേശിക്കാൻ എനിക്കൊരു അവസരം കേന്ദ്ര നേതൃത്വം തന്നു. ഞാനിന്ന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാഷണൽ ഓഫീസ് ബെയറാണ്. കോൺഗ്രസിന്റെ ഒരു കാലത്തെ കേരളത്തിലെ മുഖങ്ങളായിരുന്ന 2 പ്രമുഖരുടെ മക്കൾ ഇന്ന് ബി ജെ പിയുടെ ഭാഗമാണ്. കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതും അവർ ബി ജെ പിയുടെ ഭാഗമാവുകയും ചെയ്യുന്നത്? ഓപ്പറേഷൻ താമര എന്നൊക്കെയുള്ള വിശേഷണം എതിർഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇത് കേരളത്തിലെ പ്രതിഭാസം മാത്രമല്ല.
കാശ്മീർ മുതൽ താഴേക്ക് പോയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പാർട്ടി ബ്ലഡ് കോൺഗ്രസ് പാർട്ടി ബ്ലഡ് ഉള്ള ആളുകളാണ് എന്നും കൂടി അതാണ് ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ആണ് അതിൻ്റെ ഉത്തരം. ഇപ്പം പാർട്ടികൾ നിലനിൽക്കുന്നത് എന്തിനാണ്? രാഷ്ട്രത്തെ സേവിക്കാനാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത് എന്തിനാണ്? വെറും ഒരു കുടുംബത്തെ സേവിക്കാനും ആ കുടുംബത്തിന് ചുറ്റുമുള്ള ഒരു സംഘത്തെ സേവിക്കാനും മാത്രമാണ്. അതിന് ആരെങ്കിലും തയ്യാറാകും. അപ്പോൾ ഈ പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തത് ഒരു കാരണം പരിഗണനയല്ലല്ലോ കാര്യം. പത്മജിയൊക്കെ അതാണ് പറഞ്ഞു വെച്ചത്. കാരണം പാർട്ടി തന്നെ വല്ലാതെ തഴഞ്ഞു. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഏകദേശം 10 മുഖ്യമന്ത്രിമാർ മുൻ കോൺഗ്രസ് മെമ്പേഴ്സാണ്. അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടിയിൽ തഴഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെല്ലാവരും പോയി. ചിലവർ BJP പോയി, ചിലവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ചിലവർ മറ്റ് പാർട്ടികളിൽ ജോയിൻ ചെയ്തു. പക്ഷെ അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തത് കാരണമാണല്ലോ ഇന്ന് ഏകദേശം 10 മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുള്ളത്. അതുപോലെ ഒരുപാട് കേന്ദ്രമന്ത്രിമാർ ശ്രീ മോദിജിയുടെ മിനിസ്ട്രിയിലുണ്ട്. അവരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജ്യോതിരാദിത്യ സിന്ധ്യ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് മിനിസ്റ്റേഴ്സിലൊന്നാണ്. ശ്രീ ഹേമന്ത ബിശ്വ ശർമ്മ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ചീഫ് മിനിസ്റ്റേഴ്സിലൊന്നാണ്. അപ്പോൾ അവരെ ഒന്നും പാർട്ടി നേരത്തെ പ്രയോജനപ്പെടുത്തിയില്ല കോൺഗ്രസ്, അല്ലേ? അതപ്പം കോൺഗ്രസ് പാർട്ടിയുടെ കുഴപ്പമാണല്ലോ അത്. പക്ഷേ ഇതാണ് കാര്യം. ഇന്ന് കോൺഗ്രസ് പാർട്ടി അവർക്ക് ഇപ്പം പാർട്ടി വളരണമെന്ന് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 2014-ലും 19-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പരാജയമാണ് അവർ കാണാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ കേരളത്തിലും ഈ പാർട്ടി തവിട് പൊടിയാവും. ഈ പാർട്ടിയിൽ നിന്ന് ഇനി കൂടുതൽ നേതാക്കൾ പാർട്ടി വിടും. ചിലവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അവർ പാർട്ടിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും പോകും. പക്ഷേ ഈ പാർട്ടി തവിട് പൊടിയാകാൻ പോവുകയാണ്, അതിനൊരു സംശയവുമില്ല. ഈ ശശി തരൂരുമായി താങ്കൾ ഏറെ അടുപ്പമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളെ, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുമാണ്. കോൺഗ്രസ് പാർട്ടി വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ചേർത്ത് വെച്ചാൽ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല, ഒരു സ്പേസ് പാർട്ടിയിൽ കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം താങ്കൾക്കുണ്ടോ ഇപ്പോഴും? ഞാൻ കോൺഗ്രസിന് അകത്തായിരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഇവിടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെക്കാൾ മികച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വളരെ മികച്ചൊരു വ്യക്തിയാണ്. തിരുവനന്തപുരംകാർക്കും അവസാനം അവർക്കും ഉള്ള 2 ചോയ്സ്, ഒരു പ്രതിപക്ഷ MP വേണോ, അതെയോ ഷുവറായിട്ട് ട്രിവാൻഡ്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ വേണോ എന്നുള്ളതാണ്. അതിൽ എൻ്റെ വിശ്വാസം ഇന്ത്യൻ ജനത അവർ ഒരു കേന്ദ്രമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നാണ്. 4 സീറ്റുള്ള CPM-ഉം 40 സീറ്റുള്ള കോൺഗ്രസും 400 സീറ്റുള്ള NDAയിൽ ആരെ തിരഞ്ഞെടുക്കും? കാര്യം അവസാനം ഇവർക്ക് ജനങ്ങൾക്ക് വികസനം വേണം. ഇപ്പം ഒരു MP-യുടെ ഉത്തരവാദിത്വം എന്താണ്? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും സംസ്ഥാനത്തെ വിഷയങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലും ലോക്സഭയിലും അവതരിപ്പിക്കണം. കഴിഞ്ഞ 10 വർഷത്തിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം 300-ലധികം പുതിയ സ്കീമുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഓരോ സ്കീമിനും കോടിക്കണക്കിന് ഗുണഭോക്താക്കളുമുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ ആവാസ് യോജന ഹൗസിംഗ് സ്കീമാണ്, 4 കോടി ഗുണഭോക്താക്കളാണ്. അതുപോലെ ആയുഷ്മാൻ ഭാരത് സ്കീമിന് 55 കോടി ഗുണഭോക്താക്കളാണ്. ഇങ്ങനെ 300ഓളം സ്കീമുകളുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ എഫക്റ്റീവായി കേരളത്തിൽ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ 20 MP-മാരുണ്ട്, 18 പേർ UDF-ലാണ്, 2 പേർ LDF-ലാണ്. പക്ഷേ ഇവർ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ മണ്ഡലം തന്നെ, ഇപ്പം പത്തനംതിട്ട, ഞാനിരിക്കുന്ന ഈ സ്ഥലം, ഇവിടെ കഴിഞ്ഞ 15 വർഷം എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഇപ്പം പലരും പറയുന്നുണ്ട് ഇപ്പം നോർത്ത് ഈസ്റ്റിലെ കണക്ടിവിറ്റി മോശമാണെന്ന്. അതൊരു ഹിസ്റ്റോറിക്കായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ ശ്രീ മോദിജി വന്നതിന് ശേഷം ഏകദേശം 6 ലക്ഷം കോടിയാണ് നോർത്ത് ഈസ്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം ചിലവാക്കിയത്. ഞാനൊരു 3-4 മാസം മുമ്പ് മിസോറാമിലെ ഇലക്ഷൻ ഇൻചാർജ് ആയിരുന്നു. ഞാൻ അവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരുപാട് ട്രാവൽ ചെയ്തു. 1 മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ച, ഇപ്പം 10 ദിവസമായി ഇവിടെ. ചില സ്ഥലങ്ങളിൽ അതിനേക്കാളൊക്കെ വളരെ മോശമായ റോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇപ്പം തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെ നടുക്കിരിക്കുന്ന ഇതുപോലത്തെ ഒരു സ്ഥലം. ഇതൊക്കെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ കഴിവുകേട് തന്നെയാണ്. എൻ്റെ വിശ്വാസം അവർ തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർ തിരഞ്ഞെടുക്കും. അത് കാരണം പല മണ്ഡലങ്ങളിലും ഞാൻ പറയുകയാണ്, NDA സ്ഥാനാർത്ഥികൾ
നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിലേക്ക് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ വാങ്ങിയ 2,98,000 വോട്ടുണ്ട്. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയൊരു വോട്ട് ശതമാനമായിരുന്നു അത് BJPയെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്ന് ഒരു 50,000-60,000 വോട്ടെങ്കിലും സമാഹരിക്കുമ്പോഴാണ് ഒരു വിജയത്തിലേക്ക് എത്തുക അനിൽ ആന്റണി. അതിനുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കും, അത് ഏത് മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു? 40,000-50,000 ഒന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം നമ്മുടെ വിശ്വാസം ശ്രീ സുരേന്ദ്രൻജി കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2.5 ഇരട്ടിയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. പല കാരണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ, പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നമുക്ക് 303 സീറ്റുണ്ടായിരുന്നു, കോൺഗ്രസിന് 52 സീറ്റായിരുന്നു. പക്ഷേ കേരളത്തിൽ ഒരു നറേഷൻ ഉണ്ടായിരുന്നു, എങ്ങാനും കോൺഗ്രസ് ജയിച്ചേക്കാം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കാം, പിന്നെ അദ്ദേഹം വയനാട്ടിൽ വന്നു നിന്നു, അപ്പോൾ അത് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞൊരു നറേഷൻ ഉണ്ടായി. അത് കാരണം 19 സീറ്റ് അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് കിട്ടി. ഇപ്രാവശ്യം അതൊന്നുമില്ല. എല്ലാ വോട്ടറിനും അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചു വന്നിരിക്കും. അതിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും തിരിച്ചു വന്നിരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ കേരളം മാത്രം എന്തിന് പുറകിൽ പോകണം? അപ്പോൾ ഓരോ വോട്ടറും അവസാനം അവർ ചിന്തിക്കാൻ പോകുന്നത് നമുക്കും ഈ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാകണം, നമുക്കും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതം, അതിൻ്റെ ആ വികസിത ഭാരതം എന്ന ആ സങ്കല്പത്തിൻ്റെ ഭാഗമാകണം. ഇത് ഇന്ന് ഒരുവിധം എല്ലാ മലയാളിയും അവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരെന്തിന് ഈ ഒരു കാര്യവുമില്ലാതെ കോൺഗ്രസിനും CPM-നും വോട്ട് ചെയ്യണം? നമ്മളിവിടെ ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പ് നമ്മൾ നൽകും. അതായത് ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള വികസനം നിങ്ങൾ കാണും. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ 300-ലധികം സ്കീമുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ 2014 വെറും 7 IIT-കൾ ഉണ്ടായിരുന്നു, ഇന്ന് അത് 23ആയി. 2014 വെറും 8 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു, ഇന്ന് അതും 21, 22, എനിക്കൊന്ന് 25ആയി. അതുപോലെ മെഡിക്കൽ കോളേജ് 300 ആയിരുന്നു, ഇന്നത് ഏകദേശം 650ആയി. ഇപ്പോൾ ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾ 2014 നമുക്ക് ഏകദേശം 500ഓളം സ്റ്റാർട്ടപ്പുകളായിരുന്നു, ഇന്ന് 1 ലക്ഷത്തിലധികമായി. ഇങ്ങനെ ഇന്ന് പുതിയ തലമുറയ്ക്ക്, യുവജനങ്ങൾക്ക്, അവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം പിതാവിന്റെ അനുഗ്രഹം തേടിയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. പക്ഷേ എൻ്റെ വെൽവിഷേഴ്സായ എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ തേടിയിട്ടുണ്ട്. അവരെല്ലാവരും രാഷ്ട്രീയപരമായി ഞാനുമായിട്ട് അഗ്രി ചെയ്താലും ഇല്ലെങ്കിലും അവരെല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നല്ല രീതിയിൽ ഞാൻ ചെയ്യും. സംസാരിച്ചിരുന്നു അല്ലേ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന കാര്യം? അങ്ങനെ മത്സരിക്കുന്ന കാര്യം ഞാൻ ആരോടും സംസാരിച്ചില്ല. ഇത് എനിക്ക് പോലും അറിയാത്ത കാര്യമായിരുന്നല്ലോ. കാര്യം ഞാൻ പോലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് അറിയുന്നത്. നമ്മുടെ പാർട്ടിയുടെ രീതി അങ്ങനെയൊക്കെയാണ്. കാരണം മത്സരിക്കുന്ന കാര്യം ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ഞാൻ ആൾക്കാരോട് ഈ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു, അല്ലാതെ ഞാൻ പറഞ്ഞു, അച്ഛനോടും പറഞ്ഞു. അത് അദ്ദേഹം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം TV-യിൽ നിറഞ്ഞല്ലോ. കാര്യം നിങ്ങളെല്ലാവരും ലൈവ് കവറേജ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ സംസാരിച്ചിരുന്നു. ഞാൻ മത്സരിക്കുന്നു, അനുഗ്രഹിക്കണം തരത്തിലൊക്കെ നമ്മൾ ഈ അച്ഛനും മകനും സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് സംസാരിക്കും. പക്ഷെ നമ്മൾ രാഷ്ട്രീയം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്, ബന്ധങ്ങൾ വേറെയാണ്. എപ്പോഴും അങ്ങനെയാണ്. അതെ. ഈ അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് വരും എന്ന് കേൾക്കുന്നുണ്ട്, ആന്റണിക്ക് വേണ്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം വേറെ, ഇതൊക്കെ ഞാൻ ആരും കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹം ആരോടും പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇപ്പം അത് ഈ വിഷയത്തിനെ കുറിച്ചല്ല, ഞാൻ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ ശ്രീ ആന്റണി കേരളത്തിൽ 20 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 20 സ്ഥാനാർത്ഥികളിൽ വെറും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ദേശദ്രോഹമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ഇദ്ദേഹമാണ്. ഇനി കോൺഗ്രസ്സുകാരുടെ സ്വഭാവം വെച്ച് ഇനിയും ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പം ചെറിയ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു 30-40 വർഷമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ക്രോസ് ബോർഡർ ടെററിസമാണ്. ഒരു വിഷയമായിരുന്നു. പഞ്ചാബിൽ ഒരുപാട് നാൾ വിഷയമായിരുന്നു, കാശ്മീരിൽ ഒരുപാട് നാൾ വിഷയമായിരുന്നു. ഇന്ന് ഈ പുൽവാമ ആക്രമണത്തിൻ്റെ പിന്നിലും ഇവർക്ക് പങ്കൊന്നുള്ള കാര്യത്തിൽ അവരുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെയൊരു വിഷയത്തിൽ ഇദ്ദേഹം
ചില ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം പോലും ഈ തീവ്രവാദികൾക്കെതിരാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം എനിക്ക് അവരുടെ ഇടയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ചില തീവ്ര ചിന്താഗതിയുള്ള വോട്ടുകൾക്ക് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ മനോഭാവമുള്ള രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനെ വെള്ളപൂശിയൊരു സ്ഥാനാർത്ഥിയാണ് ഈ ആന്റോ ആന്റണി. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഭടന്മാരെ, നമ്മുടെ ആർമി മെമ്പേഴ്സ്, നമ്മുടെ ആൻറ്റി ടെററിസം മെമ്പേഴ്സ്, നമ്മുടെ സൈന്യത്തെ അവഹേളിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീ ആന്റോ ആന്റണി. ഈ ശ്രീ ആന്റോ ആന്റണിക്ക് വേണ്ടി എൻ്റെ ഉറച്ച വിശ്വാസം, ഇന്ത്യയിൽ ദേശസ്നേഹിയായ ഒരു വ്യക്തിയും ക്യാമ്പയിനിങ്ങിന് വരില്ല, ഇവിടെ പ്രചരണത്തിന് വരില്ല, ഇവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഈ പത്തനംതിട്ടയിലെ ദേശസ്നേഹികളെല്ലാവരും കൂടെ അദ്ദേഹത്തിന് ദയനീയമായിട്ടുള്ള ഒരു പരാജയമാണ് സമ്മാനിക്കാൻ പോകുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ പ്രതിപക്ഷം വലിയ പ്രചാരണം, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്. അത് വലിയ തോതിൽ ഒരു സമുദായത്തെ ബാധിക്കുമെന്നാണ് പ്രചരണം. അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ഇതെല്ലാം ഈ പ്രചരണങ്ങൾ തീർത്തും അസംബന്ധപരമായ, അത് വിഡിത്തരമാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒന്നാമത് നമ്മുടെ ഭരണഘടനയുടെ ABCD അറിയാമെങ്കിൽ അതൊന്ന് വായിച്ചാൽ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതും അത് എൻഫോഴ്സ് ചെയ്യുന്നതും അത് യൂണിയൻ ഇഷ്യൂ ആണ്. ഷെഡ്യൂൾ 7 സെക്ഷൻ 17-19 എന്ന് പറഞ്ഞ ഇഷ്യൂവൽ ഓഫ് സിറ്റിസൺഷിപ്പും എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സിറ്റിസൺഷിപ്പും യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ഗവൺമെൻറ് അല്ലാതെ മറ്റൊരാൾക്കും അതിനെക്കുറിച്ച് ഒന്നും പറയാൻ യാതൊരു അവകാശവുമില്ല. അവർ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിയൻ ഗവൺമെൻറ് മാത്രമേ അതിൽ അധികാരമുള്ളൂ. യൂണിയൻ ഗവൺമെൻറ് അല്ലാതെ മറ്റൊരാൾക്കും ഒരു അധികാരവുമില്ല. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇവർ ഇതിനെക്കുറിച്ച് നമ്മൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നത് വെറും അസംബന്ധമാണ്, നടക്കാൻ പോകാത്ത കാര്യമാണ്. ഈ ലോ ഇത് ഒരു ന്യൂനപക്ഷത്തിനും എതിരായുള്ളൊരു ലോ അല്ല. ഇത് നമ്മുടെ നൈബറിങ് കൺട്രി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 നൈബറിങ് കൺട്രീസിൽ അവിടുത്തെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ അവിടെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൈനോറിറ്റി അവർക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ നമ്മളത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കും. അത്രയും മാത്രമേ ഈ നിയമം പറയുന്നുള്ളൂ. അത് തടയാൻ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. സാധ്യമാണെന്ന് പറയുന്നവർ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇത് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇത് തടയുമെന്ന് പറയുന്ന ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെ നിന്ന് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു മൈനോറിറ്റിക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ പൗരന്മാരാണ്. അവർ ഇന്ത്യയിൽ എവിടെ വേണേലും വന്ന് താമസിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു മൈനോറിറ്റി, ഒരു ഉദാഹരണത്തിനൊരു ക്രിസ്ത്യാനി ഇപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വരുന്നു, നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുത്തു. അവർ കേരളത്തിൽ വന്നാൽ തടയാൻ വേണ്ടി അദ്ദേഹത്തെ ഇവർ തടയുമോ? ഇല്ല. അതായത് ഇതൊക്കെ വെറും ഷോയ്ക്ക് വേണ്ടി, ന്യൂനപക്ഷ പ്രകടനത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ തന്നെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യം ഈ CAA എന്ന് പറഞ്ഞ ഈ നിയമം ഒരു ഇന്ത്യൻ പൗരനും ബാധകമല്ല. ഇവർ പറയുന്നത് പോലെ മുസ്ലിം വിരുദ്ധ ഒരു ഇന്ത്യൻ മുസ്ലിമിനും ഇത് ബാധകമല്ല. ഇത് വെറുതെ ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തിനെയും തല്ലിക്കാൻ നോക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ CPM-ന് 3-4 സീറ്റ് കിട്ടിയേക്കാം, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 40 സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന NDA 400-ലധികം സീറ്റോടെ ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണത്. ശരി, ഏതായാലും പ്രചാരണ ചൂടിലാണ് അനിൽ ആന്റണി. ഇനിയുള്ള ദിവസങ്ങളും നിർണായകമാണ്. നരേന്ദ്രമോദിയുടെ സാന്നിധ്യം പത്തനംതിട്ട മണ്ഡലത്തെ BJP-യുടെ വ്യത്യസ്തമായ ഒരു മണ്ഡലമായി കേരളത്തിൽ മാറ്റുന്നുമുണ്ട്. നന്ദി ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചതിന്. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു.